ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് ഇൻവെസിബിൾ സിപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള പൗച്ച് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടൊരു വീഡിയോ ആണ് കേട്ടോ. പേഴ്സണലി നമുക്ക് മെസ്സേജ് അയച്ചും ഒരുപാട് പേര് ചോദിച്ചു, കമൻറ്റിൽ ചോദിച്ചിട്ട് റിപ്ലൈ കിട്ടാനിട്ടല്ല, വീഡിയോ ഇട്ടത് കാണാനിട്ടാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് പനിയായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ ഓർഡേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തത്, കുറച്ച് ലേറ്റായത്. സോ ഇന്ന് നമ്മൾ ഇൻവെസിബിൾ സിപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള പൗച്ച് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള ക്ലോത്ത് എന്ന് പറയുന്നത് ലെങ്ത്ത് 1 മീറ്റർ ലെങ്ത്ത് ഉണ്ട് ഇത്. പിന്നെ വിഡ്ത്ത് വരുന്നത് 10 ഇഞ്ചാണ്. 10 ഇഞ്ച് വിഡ്ത്തിൽ 1 മീറ്റർ ലെങ്ത്തിലുമാണ് ഈ ഒരു ക്ലോത്ത് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് വീണ്ടും നമുക്ക് 4ആയിട്ട് കട്ട് ചെയ്യണം. ഇപ്പോൾ ഇത് 2 ഫോൾഡിങ്ങിലാണ് നിൽക്കുന്നത്. ഇത് ഇനി വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം, 4ആയിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ലെങ്ത്തും വിഡ്ത്തും ഒക്കെ സെയിം ആയിട്ട്, ഒരു ക്യൂബ് പോലെ സെയിം ആയിട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. 10 വിഡ്ത്ത് 10 ഇഞ്ചാണെങ്കിൽ ലെങ്ത്തും അതേപോലെ തന്നെ 10 ഇഞ്ച് തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. 4ആയിട്ട് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ 2 ഫോൾഡിങ്ങിലാണ്. ഇപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്കിത് നല്ല നടുഭാഗം ഇങ്ങനെ മടക്കി വെച്ചിട്ട് വീണ്ടും നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 4 പീസസാണ് വേണ്ടത്. ഈ 4 പീസസും സെയിം അളവായിരിക്കണം. നിങ്ങളിനി എത്ര ഇപ്പോൾ 10 ഇഞ്ചിനെക്കാട്ടിലും ലെങ്ത്തും വീതിയൊക്കെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിനെക്കാട്ടിലും അളവ് കൂട്ടിയെടുക്കുക. പക്ഷെ കൂട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എല്ലാ പീസസും 4 പീസസാണ് ഈ ഒരു പൗച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ 4 പീസസും ഒരേ അളവായിരിക്കണം കേട്ടോ. ഇപ്പോൾ ഇത് 4 പീസസ് ഉണ്ട്. ഈ 4 പീസസും ഒരേ അളവായിരിക്കണം. ലെങ്ത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ വിഡ്ത്ത് നോക്കുകയാണെങ്കിലും 10 ഇഞ്ച് തന്നെ ആയിരിക്കണം. ഇപ്പോൾ ലെങ്ത്തും വിഡ്ത്തൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളത് 10 ഇഞ്ചാണ്. ഇങ്ങനെ 4 പീസസാണ് ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിലോട്ട് ഒരു ഇൻവെസിബിൾ സിബ്ബാണ് വേണ്ടത്. ഏറ്റവും നല്ലത് ഇൻവെസിബിൾ സിബ്ബാണ്. അതാകുമ്പോൾ ഒന്നും കൂടെ നല്ല നീറ്റായിരിക്കും. ഇനി നിങ്ങളുടെ അടുത്ത് ഇൻവെസിബിൾ സിബ് ഇല്ല എന്നുണ്ടെങ്കിൽ സാധാ സിബ് വെച്ച് കൊടുത്താലും മതി. പക്ഷെ ഒന്നും കൂടി നമുക്ക് വൃത്തിയിൽ നിൽക്കുന്നത് ഇൻവെസിബിൾ സിബ്ബാണ് കേട്ടോ. ഞാൻ 2 രീതിയിൽ ചെയ്ത് നോക്കിയപ്പം എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളത് ഇൻവെസിബിൾ സിബിൽ ചെയ്തപ്പോഴാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏത് സിബ്ബാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഇൻവെസിബിൾ സിബ് വെച്ചിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. പിന്നെ നമുക്ക് 4 ഫോൾഡിങ്ങിൽ, അതായത് 4 പീസസാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ടത് 2 പീസസാണ് എടുക്കേണ്ടത്. ബാക്കി 2 പീസസ് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ഭാഗം വെച്ചിട്ടാണ്, സിബ് നല്ല ഭാഗം വെച്ചിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ 2 പീസസ് എടുത്തിട്ടുള്ളത്. എങ്ങനെയാണ് സിബ് വെക്കുന്ന രീതി നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ശരിക്കും ശ്രദ്ധിച്ച് കണ്ടു നോക്കുക. വളരെ സിമ്പിളാണ് കേട്ടോ, ഭയങ്കര വലിയ പണിയൊന്നുമില്ല. ഒരു വട്ടം നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അതൊരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡായിരിക്കും. പിന്നെ വെക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സിബ് കറക്റ്റായിട്ട് വെക്കാൻ നോക്കണം. നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു പിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുത്തിയതിന് ശേഷം നിങ്ങൾ ലെവൽ ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ നല്ല ഭാഗം, തുണിയുടെ നല്ല ഭാഗമാണ് കേട്ടോ, നല്ല ഭാഗത്ത് സിബും നല്ല ഭാഗം മുകളിലോട്ടായി വെക്കുന്ന രീതിയിൽ സിബും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ പീസും അതേപോലെ തന്നെ നല്ല ഭാഗം ആണ് വെച്ച് കൊടുക്കുന്നത്. എല്ലാത്തിൻ്റെയും നല്ല ഭാഗമാണ് കേട്ടോ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. നല്ല ഭാഗം നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. മോശപ്പെട്ട വശം, അതായത് ചീത്ത വശം നമ്മൾ മുകളിലോട്ടും നല്ല വശം ഉള്ളിലോട്ടും ആവുന്ന രീതിയിൽ രണ്ടാമത്തെ പീസസും വെച്ച് കൊടുത്ത് ഒരു പിന്നെ കുത്തി കൊടുക്കുന്നുണ്ട്. നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇളകി തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുത്തി കൊടുക്കണം. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക,
സിബും ആ ഫസ്റ്റത്തെ ആ ഒരു പീസും വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ ഈ ഒരു പീസ് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലോട്ട് ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് തെന്നി മാറിപ്പോകും എന്ന് പേടിയുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ പിന്നൊക്കെ കുത്തി കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്റ്റിച്ചിങ്ങിൽ നിൽക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഉള്ളിലാണ് നമ്മൾ സിബ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗത്ത് നമ്മൾ ക്ലോത്ത് 2 ക്ലോത്തും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ, എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ആ ഒരു പോർഷന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ മറിച്ചിടുമ്പോൾ ഉണ്ടാവുക. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ ചെയ്തതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ പീസ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു രണ്ടാമത്തെ പീസ് നമ്മൾ ഫസ്റ്റത്തെ സിബ് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തത് അതുപോലെ തന്നെ നല്ല ഭാഗത്ത് സിബ് വെച്ച് കൊടുക്കുക. സിബിൻ്റെ ഫ്രണ്ട് ഭാഗം വെച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. ഫ്രണ്ട് ഭാഗം വെച്ച് കൊടുക്കുക. എന്നിട്ട് രണ്ടാമത്തെ പീസസും അതേപോലെ തന്നെ നേരത്തെ നമ്മൾ എങ്ങനെയാണോ സിബ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വെച്ചത് അതേപോലെ തന്നെ വീണ്ടും ഒരു പീസസ് എടുത്തിട്ട് നമ്മൾ ഇതിന് മുകളിലോട്ടായിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ എപ്പോഴും സിബ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പിൻ ചെയ്ത് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. പിന്നെ ഒന്നും കൂടെ വലുപ്പമുള്ള സിബ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും. തുണിക്കനുസരിച്ചുള്ള സിബൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അതായിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ചെറിയ സിബാണ് ഉണ്ടായിരുന്നത്. സാധാരണ ഇങ്ങനെയുള്ള പൗച്ച് കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പം അതിനനുസരിച്ച് വിഡ്ത്തിനനുസരിച്ച് നിങ്ങൾ സിബ് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മളിതൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് കേട്ടോ. രണ്ടാമത്തെ പോർഷനിൽ സിബ് വെക്കുന്ന സമയത്തും ആ ഒരു മെത്തേഡിൽ തന്നെയാണ്. സിബിൻ്റെ നല്ല ഭാഗവും അതേപോലെ അടിയിലുള്ള ക്ലോത്തും നല്ല ഭാഗമാണ് നമ്മൾ മുകളിലോട്ടാക്കി വെക്കുന്നത്. എന്നിട്ട് സിബിൻ്റെ നല്ല ഭാഗവും നമ്മൾ തുറക്കുന്ന ഭാഗവും മുകളിലോട്ടാക്കി വെച്ച് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ പീസ് നമ്മൾ എടുത്തിട്ട് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ നല്ല ഭാഗം ഉള്ളിലാകുന്ന രീതിയിൽ പുറത്തോട്ട് മോശപ്പെട്ട ഭാഗം പുറത്തോട്ട് വിസിബിൾ ആവുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിവിടെ 2 സിബും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും ഒരു വട്ടം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളാവുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇനി നമുക്കിതൊന്ന് നിവർത്തി വെച്ചിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുക കേട്ടോ. നല്ല ഭാഗം 2ഉം മുകളിലോട്ടും അതേപോലെ തന്നെ ഇതിൻ്റെ ഉൾഭാഗം 2ഉം മോശപ്പെട്ട ഭാഗവും ആയിരിക്കും ഉണ്ടാവുക. പിന്നെ നിങ്ങൾ വെക്കുന്ന സമയത്തൊക്കെ വളരെ കറക്റ്റ് ആക്കിയിട്ട് വീഡിയോയിൽ നോക്കി തന്നെ വെക്കണം കേട്ടോ. കാരണം ഇത് ഒരുപാട് പേർക്ക് ഇത് ചിലപ്പോൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല ഭാഗവും ചീത്ത ഭാഗവും ക്ലോത്ത് തിരിച്ചിടുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഗത്തേക്കൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ വെച്ച് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്കത് സ്റ്റിച്ച് അയച്ചെടുക്കാനൊക്കെ ഭയങ്കര പണിയായിരിക്കും. കാരണം സിബ് അറ്റാച്ച് ചെയ്ത ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പം ഒന്നില്ലെങ്കിൽ ക്ലോത്ത് മോശമായി പോകും, അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. നല്ല ഭാഗത്ത് തന്നെയല്ലേ വെച്ചത് സ്റ്റിച്ച് ചെയ്തത് എന്നൊക്കെ ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ സ്റ്റിച്ച് ചെയ്ത സമയത്ത് സാധാ പ്രഷർ ഫൂട്ട് വെച്ചിട്ടായിരുന്നു കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴും പ്രഷർ ഫൂട്ട് മാറ്റി കൊടുത്തിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇനി ഞാനൊന്ന് ഫൂട്ട് ചേഞ്ച് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട്. വളരെ അടുത്താക്കിയിട്ട് സിബിനോട് അടുത്തായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഫൂട്ട് മാറ്റിയിട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഫൂട്ട് മാറ്റിയിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളെ ക്ലോത്തൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തെന്നി മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം നോർമൽ പ്രഷർ ഫൂട്ട് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഞാനിങ്ങനെ ഇൻവിസിബിൾ സിബിൻ്റെ വക്കിലൂടെ ഫൂട്ട് മാറ്റി കൊടുത്തിട്ട് വീണ്ടും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറാണ് ചെയ്യുക. ഞാൻ ഫ്രോക്കൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത്.
മറ്റേ നമ്മൾ ചെയ്യുന്ന സമയത്ത് അവിടെ ഇവിടേക്ക് ഒന്ന് ഇങ്ങനെ വളഞ്ഞോ ചെരിഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പോർഷൻ കൂട്ടാതെ ഇങ്ങനെ മറിച്ചിട്ടിട്ട് ഇതവിടെ ഇങ്ങനെ മാത്രമാക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, രണ്ട് കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീഡിയോ കാണുമ്പോൾ നിങ്ങളാകെ കൺഫ്യൂഷൻ ആവേണ്ട, ഒന്നുമില്ല. നമ്മൾ തുടക്കത്തിൽ തന്നെ ഫൂട്ട് ചേഞ്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സിബിനോട് അടുപ്പിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുമായിരുന്നു. ഇത് ഞാൻ ഫൂട്ട് മാറ്റിയിട്ട് കൊടുക്കാത്തതുകൊണ്ട് വന്നൊരു ഫാൾട്ടാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ പൊതുവേ ഇങ്ങനെയാണ് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്കത് അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഫൂട്ടൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടുപ്പിച്ച് ഈ സിബിൻ്റെ വക്കിനെ അടുപ്പിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് സിബ് തുറക്കുമ്പോഴും അടക്കുമ്പോഴൊക്കെ എന്താ പറയുക, ഇൻവെസിബിൾ സിബിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അതാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ അടുപ്പിച്ച് സ്റ്റിച്ച് ചെയ്യാൻ എത്രമാത്രം പറ്റുന്നോ അത്രമാത്രം നമ്മൾ അടുപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സിബ് അവിടെ ഉണ്ടെന്നുള്ളത് പോലും അറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് കേട്ടോ. കാരണം ആദ്യം ഫൂട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാണ്ട് പിന്നീട് നമ്മൾ ഫൂട്ട് ചേഞ്ച് ചെയ്ത് കൊടുത്ത് നമുക്കാവുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ വലിച്ച് പിടിച്ചൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. മറ്റേ നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മൾ ഫൂട്ട് മാറ്റിയിട്ട് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിച്ച് പിടിക്കുമ്പോൾ ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ട് ചെരിഞ്ഞും വളഞ്ഞൊക്കെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളെല്ലാവരും ചെയ്യണമെന്നൊന്നുമില്ല. പറ്റുന്ന ആളുകൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നീറ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമുക്കിങ്ങനെ വലിച്ചു പിടിക്കുമ്പം അവിടെ ക്ലോത്ത് ചെരിഞ്ഞ് പോകുന്നുണ്ടോ അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ നമുക്ക് നല്ല രീതിയിൽ വലിച്ച് പിടിച്ചടിക്കാൻ പറ്റും. ഇനി നമുക്ക് രണ്ടാമത്തെ പോർഷനും അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ വലിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ രണ്ട് ഭാഗവും അടുപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ പണം മാത്രമേ കാണുന്നുള്ളൂ, സിബിനെ കാണുന്ന പോലുമില്ല. അപ്പോൾ ഇത്രയും ഹൈഡായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ സിബുള്ള ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം ഹൈഡ് ചെയ്യുന്ന രീതിയിലൊന്ന് മറിച്ചിട്ട് കൊടുത്ത് അടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിബ് തുറക്കുന്ന ഭാഗം ഉള്ളിലാകുന്ന രീതിയിൽ ഇതാ ഇങ്ങനെ നല്ല വശവും നല്ല വശവും ഇത് ഇങ്ങനെ സിബ് തുറക്കുന്നു. ഈ ഒരു ഭാഗവും നല്ല ഭാഗവും രണ്ട് വശത്തും നല്ല ഭാഗം ഉള്ളിലാവുന്ന രീതിയിൽ ഞാനിങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുഴുവനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ സിബ് നമ്മൾ ഓൾറെഡി തുറന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ. സിബ് അടച്ച് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും സ്റ്റിച്ച് ചെയ്യാൻ നിൽക്കരുത്. കാരണം നമുക്കിത് അടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറിച്ചിടാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സിബ് ഓപ്പൺ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് സാധിക്കില്ല. അപ്പോൾ സിബ് ഓപ്പൺ ആക്കണം, കുറച്ചെങ്കിലും ഓപ്പൺ ആക്കണം. മുഴുവനായിട്ട് ഓപ്പൺ ആക്കിയില്ലെങ്കിൽ കുറച്ചെങ്കിലും ഓപ്പൺ ആക്കിയതിന് ശേഷം ഇതാ താഴ്ഭാഗത്താണ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്, മുകൾ ഭാഗത്തല്ല നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. താഴ്ഭാഗത്ത് ഒരു 5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അത് ആ ഒരു 5 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട. കാരണം നമുക്ക് മറിച്ചിടുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹോള് വേണ്ടിയിട്ടാണ് നമ്മളവിടെ 5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതാ ഈ സിബ് വരുന്ന ഭാഗത്തെത്തുമ്പോൾ നമ്മൾ സിബ് കൂട്ടി സ്റ്റിച്ച് ചെയ്യണം. സിബിൻ്റെ മുകളിലോടായിട്ട്, അതായത് സിബ് കൂട്ടി നമ്മൾ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ, മറ്റേ നമ്മൾ മറിച്ചിടുമ്പോൾ അത് വേറെ തന്നെ അവിടെ കാണാനുണ്ടാവും. അപ്പോൾ സിബ് നമ്മൾ കൂട്ടിയിട്ട് സിബിൻ്റെ കൂടെ ആക്കിയിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്തപ്പോൾ 5 ഇഞ്ച് നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു. അത് ഇതിന് വേണ്ടിയിട്ടായിരുന്നു, നമുക്ക് മറിച്ചിടുന്നതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ആ ഒരു പോർഷൻ അവിടെ ഒഴിച്ചിട്ട് നമ്മൾ ബാക്കിയെല്ലാം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്. എല്ലാ മൂലയും നമ്മളൊന്ന് റെഡിയാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ഇതുപോലെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം തന്നെ നമ്മൾ മറിച്ചിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ 4 മൂലയും നമ്മൾ എന്ത് ചെയ്യണം, ഒരു
പെന്ന് വെച്ചിട്ടോ അതല്ലെങ്കിൽ പെൻസിലോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് നമ്മൾ നേരത്തെ 5 ഇഞ്ച് നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉള്ളിലോട്ട് കൈയിടാനുള്ള ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് നമ്മൾ ആ ഒരു 5 ഇഞ്ച് നമ്മൾ വിട്ട ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ എല്ലാ ഭാഗവും എല്ലാ പോർഷനും നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എല്ലാ പോർഷൻസും ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം നമ്മൾ നേരത്തെ ഒഴിച്ചിട്ട ഭാഗം ഉള്ളിലോട്ടാക്കുന്ന രീതിയിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പൗച്ച് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. നിങ്ങൾ ഒരു വട്ടം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സിമ്പിളായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഉള്ളിലോട്ടൊന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു പോർഷൻ നമ്മൾ ഉള്ളിലോട്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മുടെ പൗച്ച് വരുന്നത്. വളരെ സിമ്പിളാണ്. ഇൻവെസിബിൾ സിബ്ബ്, ഇവിടെ സിബ്ബ് ഉണ്ട് പോലും നമുക്ക് തോന്നില്ല കേട്ടോ. ഇതിപ്പോൾ സത്യം പറഞ്ഞൊരു പില്ലോ കവർ പോലെ നമുക്ക് തോന്നും. ഇനി ഇതിനകത്ത് ഞാൻ ജിൽബാബ് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ജിൽബാബ്. നമ്മളൊരു കസ്റ്റമറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പൗച്ചാണല്ലോ, ജിൽബാബാണല്ലോ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് ആ ഒരു കംഫർട്ടിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന, അവരുടെ ഹാൻഡ് ബാഗിലൊക്കെ കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള പൗച്ചൊക്കെ തയ്യാറാക്കിയിട്ട് നമ്മൾ മാക്സിമം നല്ല രീതിയിൽ മടക്കി വെച്ച് അതിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് യൂസ് ചെയ്യാനും എളുപ്പമായിരിക്കും. പിന്നെ നമുക്കും തന്നെ ഒരുപാട് ലെങ്ത്തും ഇതൊന്നും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്ലോത്ത് ഒരുപാട് ചിലവാകൊന്നും ഉണ്ടാവില്ല. യൂസ് ചെയ്യാനും അവർക്ക് എളുപ്പമായിരിക്കും. ഇതുപോലെ നമ്മൾ ഇതിനുള്ളിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സിപ്പ് അടച്ച് കഴിഞ്ഞാൽ സത്യം പറയാലോ, കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു പില്ലോ കവർ പോലെ ആയിരിക്കും നമുക്ക് പെട്ടെന്ന് തോന്നുക. അത്രയും നല്ല യൂസ്ഫുള്ളാണ്. നിങ്ങളൊരു വട്ടം ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെ വാങ്ങിക്കുന്ന കസ്റ്റമർക്കും ഈ ഒരു പൗച്ചായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് അറിയിക്കണേ. കാരണം ഞാൻ ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് എപ്പോഴുള്ള ടെൻഷൻ നിങ്ങൾ കാണുന്ന ആൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടാവില്ലേ, മനസ്സിലാകുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടാവാറുണ്ട്. അപ്പം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.